ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 17th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ടാക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ പ്രിമിനോട് സംസാരിക്കാൻ വരുന്നതല്ലേ കണ്ടു നിർത്തിയത്. പക്ഷേ നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് മാറി നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് നോക്കി നിൽക്കുന്ന ആർട്ടിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ പ്രിമിനെ എങ്ങനെയും സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, പ്രിം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചു അറിയുമില്ല, എനിക്കിന്ന് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കും, നമുക്ക് മൂവി കാണാൻ പോയല്ലോ, കുറേ ആയില്ലേ നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് നമുക്ക് പോയാലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഇല്ല എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഞങ്ങൾ ഇന്നൊരു യോഗ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ട് യോഗ ക്ലാസ്സിന് പോകണം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ ചോദിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും അതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നൊക്കെ എന്നെ പറയും. അപ്പോൾ നമ്മൾ ചെക്കൻ ചോദിക്കുന്നത് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും വേണ്ട, ഞങ്ങൾക്ക് പോകാനേ ഉള്ളൂ, ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത്. അവൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിനൊന്നും അവൾ നിന്ന് കൊടുക്കുന്നില്ല കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രിം പറഞ്ഞ പോലെ തന്നെ അവർ യോഗ ക്ലാസ്സിന് വന്നേക്കായിരിക്കും. അതായത് അവളുടെ അമ്മ ആ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കി, ആ ശീലം ഒഴിവാക്കിയതിന് ശേഷം അവളുടെ അമ്മേൻ്റെ ആ ഒരു മൈൻഡൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ യോഗ ക്ലാസ്സിന് വേണ്ടിയിട്ട് വന്നേക്കുന്നുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ യോഗയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെണ്ണോളെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രിമിൻ്റെ അമ്മേൻ്റെ ഭയങ്കര അടുത്ത കൂട്ടുകാരിയായിരിക്കും കേട്ടോ. പിന്നെ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഈ കൂട്ടുകാരിനെ പറയുന്നുണ്ട്, ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇവളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പ്രിം പറയും, ആൻറ്റി ഞാൻ തേർഡ് ഇയർ ആണ്, ഡിഗ്രി തേർഡ് ഇയർ ആണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആൻറ്റി പറയുന്നുണ്ട്, ഈ വർഷം ഇൻറ്റേൺഷിപ്പൊക്കെ കഴിയുമല്ലോ, അപ്പോൾ നീ എൻ്റെ കൂടെ വർക്കിന് പോര്, നിനക്കോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെന്നെങ്കിൽ അമ്മേനെ നോക്കിയിട്ട് പറയും, അമ്മ എന്താ പറയണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും, നീ അല്ലേ കുട്ടി തീരുമാനിക്കേണ്ട, നീ എൻ്റെ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നീ ഇപ്പോൾ വലിയ കുട്ടിയാണ്, നിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കേണ്ടത് നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റി പറയും, നീ പേടിക്കൊന്നും വേണ്ട, ഒരുപാട് വർക്കൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാം, നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഡിസൈഡ് ചെയ്യ്, എന്നിട്ട് നീ എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചും അമ്മയും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് നോട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. ഇവർ തമ്മിലുള്ള ബോണ്ടൊക്കെ കാണുമ്പോഴത്തേക്കും ഈ അമ്മേൻ്റെ ഫ്രണ്ടിനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് നിനക്ക് വർക്ക് ചെയ്യാൻ പോകാമല്ലോ, നീ പോകാൻ ഡിസൈഡ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും, നീ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് ക്വിറ്റ് ചെയ്യാൻ പോവാന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾ ചോദിക്കുന്നുണ്ട്, വർക്ക് ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയും, ഞാൻ ഇനി എന്നെ തന്നെ കെയർ ചെയ്യട്ടെ, ഞാൻ ഇനി വീട്ടിലിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും പെങ്ങൾ ചോദിക്കുന്നുണ്ട്, അമ്മ വീട്ടിലിരിക്കുന്നതൊക്കെ കൊള്ളാം, പണ്ടത്തെ ശീലമൊന്നും വരുത്തി വെക്കരുതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയും, അതിനിപ്പോൾ എന്താ ഞാൻ വരുത്തി വെച്ചാലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾ ചെയ്തതാക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പറയും, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു നീ നിൻ്റെ വർക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ഉമ്മയൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ ആണെങ്കിൽ പ്രിമിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിം ആണെന്നുണ്ടെങ്കിൽ കുറേ വട്ടം ആലോചിക്കും, എടുക്കണം വേണമെന്ന് ആലോചിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് പറയുന്നുണ്ട്, പ്രിം എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല, നീ എന്നെ ഇഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആണെങ്കിൽ ഒരേ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുമായിരിക്കും. അവൾ പറയും, ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ നീ എന്നെ വിളിക്കണമെന്നില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളെന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് കോളേജ് സീനാണ് കേട്ടോ. അവിടെ നമ്മുടെ ചോമ്പോ ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഫാഷൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫാഷൻ ഷോ നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോമ്പോ മോഡൽസിനെ തിരഞ്ഞെടുക്കാമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ പറയും, എന്നെക്കാൾ നല്ലൊരു മോഡൽ നിനക്ക് കിട്ടാനില്ല എന്നങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ വെച്ചിട്ട് നീ മോഡലായിക്കോ, എന്നാൽ പ്രിമും കൂടെ ഇതിൽ ചേർന്നെന്ന് ഞാൻ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പേണിനെയും അത് പിടിച്ചിരുന്നുണ്ടാവും. അപ്പം നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, ചോമ്പോ ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ, നീ എന്താ എന്നെ മോഡലാക്കാത്തേ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നിനക്ക് ഞാൻ വേറൊരു വർക്ക് വെച്ചിട്ടുണ്ട്, അത് ഇവരെ പോലെയല്ല, നല്ല പൈസ കിട്ടുന്ന വർക്കാണ്, ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോട്ടോഗ്രാഫറാണ്, നീ ഇതിൻ്റെ ഫോട്ടോഗ്രാഫറാണ്, ഇത് നിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഫോട്ടോഗ്രാഫറിൻ്റെ വർക്കിനായിട്ട് ചേർക്കണം കേട്ടോ കാണണം. അങ്ങനെ ഇവർ ആ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്.
നെക്സ്റ്റ് കാണിക്കുന്നത് അവരുടെ ഫാഷൻ ഷോ ആണ്. അതിൽ നമ്മുടെ പ്രിമ്മൊക്കെ റാം വാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഫാഷൻ ഷോ നല്ല ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ആർട്ടാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫാഷൻ ഷോ അടിപൊളിയായിട്ട് നടക്കുമ്പോഴത്തേക്ക് അവരൊരു പാട്ട് വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. അവൾ തുടക്കത്തിൽ ഇപ്പോഴും ഒരേ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ചോമ്പോൻ്റെ പാർട്ട്ണറും ഇപ്പോൾ ചോമ്പോക്ക് വരെ സപ്പോർട്ടറാണ് കേട്ടോ. ചോമ്പോനെ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അവളെ ഭയങ്കര കെയറിങ് ആണ്. ഷൂ തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ഷൂ ലേസൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചോമ്പോക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും കേട്ടോ. അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിച്ച് ആ ഒരു പാർട്ടി അടിപൊളിയാക്കുന്നുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോണും ഹാർട്ടോടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മുടെ പ്രിം അവിടേക്ക് വരുന്നുണ്ട്. പ്രിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോണ്ട ആ ഒരു പോണിനെ അവളെ പ്രപ്പോസ് ചെയ്ത് അവളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവരെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിർത്തും എന്നുള്ള രീതിയിൽ അവൾ പണ്ടത്തെ പോലെ അവരോട് ബിഹേവ് ചെയ്തിട്ട് പറയുമ്പോൾ ചോമ്പോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ അവരെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ചോമ്പോണെങ്കിൽ ഭയങ്കര ഡാൻസിങ് ആയിരിക്കും. അപ്പോൾ ചോമ്പോന് ഡാൻസ് കാണുമ്പോഴത്തേക്ക് ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസ് ഭയങ്കര എൻജോയ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ. ഇവരുടെ റിലേഷൻഷിപ്പോ ലവറോ അങ്ങനെ ഒന്നും മനസ്സിലില്ലാതെ അവർ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ കുറേ ഫോട്ടോസൊക്കെ സീനിയേഴ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭയങ്കരമായിട്ട് പണ്ടത്തെ പോലെ നല്ലോണം അടിച്ചു പൊളിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് മിസ്റ്റർ ബഡ്ഡീനെ ആയിരിക്കും. മിസ്റ്റർ ബഡ്ഡിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആർട്ടിനെ വിളിച്ചെടുത്തേക്കണം അവനൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും അതിൻ്റെ ലാസ്റ്റ് ഇയർ അല്ലേ നിനക്ക് ഈ തവണ ഇൻറ്റേൺഷിപ്പ് ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് തരുന്നുണ്ട്. ഞാനൊരു പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റുഡിയോ ആണ്, അവിടെ നീ അവരുടെ ഒപ്പം വർക്ക് ചെയ്യണം, നിനക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റുഡിയോൻ്റെ. ഇത് നമ്മുടെ ചെക്കൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ചെക്കൻ ആ സ്റ്റുഡിയോയിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വുമണിനെ കാണിക്കുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഇവൻ്റെ സീനിയർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ബഡ്ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് നിനക്ക് ഫോട്ടോഗ്രാഫർ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണ്ട, പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ പെങ്കൊച്ച് പറയും അങ്ങനെയല്ല നീ പറയണം, നീ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് പറയണം എന്താണ് എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് പറയാൻ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്ക് ഫോട്ടോഗ്രാഫർ ആവണം എന്നിങ്ങനെ പറയും കേട്ടോ. നമ്മുടെ പെങ്കൊച്ച് പറയും നീ എപ്പോഴും ഈ ഒരു കോൺഫിഡൻറ്റ് വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ, എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നൊക്കെ എന്നെ പറയട്ടെ. എന്നിട്ട് പറയും ഇപ്പോൾ നീ എൻ്റെ വാക്കൊക്കെ കണ്ട് പഠിക്കും, ഇപ്പോൾ എനിക്ക് സമയമില്ല, നീ ഇപ്പോൾ എൻ്റെ വാക്കൊക്കെ കണ്ട് പഠിക്കും, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കരിയേഴ്സൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ കാണിക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ ഫോണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമാണ് കാണിക്കുന്നത്. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഇത്തവണ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫോണിൻ്റെ ബർത്ത്ഡേ ആണ്. അത് നമ്മുടെ ചോമ്പോൻ്റെ ബോയ് ഫ്രണ്ട് സീനിയറിൻ്റെ ഷോപ്പിൽ വെച്ചായിരിക്കും ഇവിടെ നടത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചോമ്പോ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആട്ടിനോട് പറയും ആട്ടിന് എൻ്റെ കൂടെ ഒന്ന് വരുമോ, എൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് വരുമോ, എനിക്ക് പേടിയാവുന്നു അവിടെ നിറച്ച് ഇരുട്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ട് പറയും എനിക്ക് പേടി നിന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അവളങ്ങനെ കളിയാക്കിയിട്ട് അവളുടെ കൂടെ നമ്മുടെ ആർട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറേ കഴിഞ്ഞവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ഭയങ്കര വലിയൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഫോണും അതുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. ഫോണായിരിക്കും മെയിൻലി പേടിക്കുക. ഫോൺ പേടിച്ചിട്ട് ഇങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്. ചോമ്പോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവരെല്ലാ ഫ്രണ്ട്സും കൂടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് അവളെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രിമ്മോട് പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഡ്രാമ ആക്കിയതാണ്, നിനക്ക് സർപ്രൈസ് ചെയ്യാൻ നീ ഒരുപാട് മുന്നേ പറഞ്ഞത് നിനക്ക് പ്രിൻസ്ലെസ് ആയിട്ട് നിൽക്കണം, അത് സാധിച്ചു തരാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കിങ്ങനെ ക്രൗണും അതുപോലെ തന്നെ ഫ്ലവർ ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടത് ഈ ഒരു തീമിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആർട്ട് നമ്മുടെ ഫോണായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പേണും ഫോണായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രിമ്മും ഹാർട്ടായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവർ പണ്ടത്തെ പോലെ വേറെ ഫ്രണ്ട്സായിട്ട് ഡാൻസ് കളിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട് ആർട്ടൊരു അത്യാവശ്യമായിട്ട് നീ വരേണ്ടത് എൻ്റെ ഒരു എമർജൻസി കേസിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഇല്ല ഇന്ന് എന്തായാലും ലേറ്റായി, ഞാൻ ടയേർഡാണ്, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും
വേണ്ടായിട്ട് നീ പോവാതിരിക്കരുത്, എന്ത് കേസാണ് ആർക്കാണെന്ന് നമുക്കറിയില്ല, എമർജൻസിയാണ്, നീ അവരെ സഹായിച്ചേ പറ്റത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ കാറിൽ കയറി പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആ ഒരു സ്പോട്ടിൽ വരുന്നുണ്ട്. ഭയങ്കര ഹെവിയർ ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ നോക്കി നിൽക്കുന്നുള്ളൂ, പക്ഷേ ആർട്ടൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ആർട്ടിനൊരു സംശയം, ഇത് നമ്മുടെ പ്രിമിൻ്റെ അമ്മയില്ലെങ്ങനെ സംശയം. അപ്പോൾ ആർട്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കൺഫേം ആവും ഇത് പ്രിമിൻ്റെ അമ്മയായിരിക്കും കേട്ടോ. ആർട്ടിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതേസമയം നമ്മുടെ ഫോണും മനസ്സിലാവും കേട്ടോ ഇത് പ്രിമിൻ്റെ അമ്മയാണെന്നുള്ളത്, ഫോണും മനസ്സിലാവുന്നുണ്ടാവും. ഫോണും ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ചോമ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അവൾക്ക് നമ്മുടെ പ്രിമിൻ്റെ അമ്മേൻ്റെ കാറ് മനസ്സിലാവുമ്പോഴത്തേക്കും പറയും നിൻ്റെ അമ്മേൻ്റെ കാറല്ലേ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനും മനസ്സിലാവും ഇതെൻ്റെ അമ്മേൻ്റെ കാർ തന്നെയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ലേഡി അമ്മ തന്നെയാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവളും ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ നിങ്ങളില്ലാതെ ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഭയങ്കര സങ്കടമായിട്ട് അവരൊക്കെ ഇരുന്ന് കരയുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു ഹാർട്ട് ബ്രോക്കൺ പോലെയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ്, ഇമോഷണലായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ, ഈ ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.